കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നാട് നീളെ പാടി നടന്ന ആ വാചകം മറന്നു. നാട്ടുകാർക്ക് വേണ്ടി അതൊന്നുകൂടി അങ്ങ് റിവൈൻഡ് ചെയ്തേ. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് CAG റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു. ഇവിടെ മരുന്നുകളില്ല എന്ന് മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, രോഗികൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരുന്നില്ല, മരുന്ന് എല്ലായിടത്തും ആവശ്യമായ മരുന്നുണ്ട് എന്ന് പറയുന്നത് മന്ത്രി മാത്രമാണ്. CAG റിപ്പോർട്ട് നോക്കൂ, നമ്മളൊക്കെ മേടിച്ച് കഴിച്ചത് ക്വാളിറ്റി ടെസ്റ്റ് നടത്താത്ത ബാച്ചുകളാണ്. ആരോഗ്യരംഗത്ത് ആശുപത്രികളിൽ മരുന്നുകളില്ല, ആശുപത്രി ചെന്നാൽ മരുന്നില്ല, സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല, ആശുപത്രിയിൽ മരുന്നില്ല. ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഫോക്കസ് മരുന്നില്ലാത്തതും കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല, ആശുപത്രികളിൽ മരുന്നില്ല. അതെ, കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു, വെന്റിലേറ്ററിലാണ്. തയ്ക്കാൻ പോലും നൂലില്ലാത്തൊരവസ്ഥ. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരു ദിവസം ചികിത്സ കൊടുക്കുന്നതിനിടയിൽ ഉയർന്നു വന്ന ഒന്നോ രണ്ടോ പരാതി എടുത്ത് ഉയർത്തിക്കാട്ടിയിട്ട് ആ മേഖല മുഴുവൻ നശിച്ചു എന്ന് നാട് നീളെ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രിക്കാരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പണം വാങ്ങി അവരുടെ കുഴലൂത്തുകാരനായി നടന്ന പ്രതിപക്ഷ നേതാവിന് ലേറ്റസ്റ്റ് വാർത്ത അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് തള്ളിക്കൊടുത്തേ. ആരോഗ്യ കേരളത്തിന് ഇന്ന് അഭിമാന ദിവസമാണ്. രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഹൃദയം മിടിക്കാൻ പോകുന്നത് അതിർത്തി കടന്നെത്തിയ അതിഥിയിൽ. രാജ്യാതിർത്തികൾ ഭേദിച്ചുള്ള കേരളത്തിന്റെ കരുതലാണ്. ഇതിനു മുൻപ് പലതവണ എയർ ആംബുലൻസുകൾ ഹൃദയവുമായി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം പോയത് സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു. ഇന്നത്തെ ലക്ഷ്യം അത് എറണാകുളം ജനറൽ ആശുപത്രി. നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിയിലാണ് ഇനി ഷിബുവിന്റെ ഹൃദയം മിടിക്കുക. ഹൈപ്പർട്രോഫിക് കാർഡിയോ മയോപ്പതി എന്ന ഗുരുതര രോഗത്തിന് ചികിത്സ തേടിയാണ് ദുർഗ കേരളത്തിലേക്ക് എത്തിയത്. വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ജനറൽ ആശുപത്രിയിലെത്തി. വിദേശ വനിതയാണല്ലോ. അവയവദാനത്തിനുള്ള മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നതിൽ തടസ്സങ്ങളുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ പോയി ഇളവ് നേടി. ഷിബുവിന്റെ ഹൃദയം ഇനി അതിർത്തി കടന്നെത്തിയ ദുർഗയിൽ മിടിക്കും. ഹൃദയപൂർവ്വം കേരളത്തിന്റെ കരുതൽ. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ ഓർക്കണം. കുറച്ചു മനുഷ്യർ അന്യസംസ്ഥാനക്കാരനെ അന്യരാജ്യക്കാരനെന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു. കുറച്ചു മനുഷ്യർ അന്യരാജ്യക്കാരിക്കായി ഹൃദയം പകുത്തു നൽകി. നമുക്ക് ഹൃദയം മുറിച്ചു നൽകുന്ന കേരളം മതി. കേട്ടല്ലോ, 10 വർഷത്തിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ നേട്ടം. കേരളത്തിന്റെ ഒരു ജില്ലാ ആശുപത്രിയിൽ, അതായത് മെഡിക്കൽ കോളേജുകളിലെ അല്ല, എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ചരിത്രത്തിലാദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ്. തയ്ക്കാൻ നൂലില്ല, മരുന്നില്ല, ഉപകരണങ്ങളില്ല, ഒന്നുമില്ല. ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി എന്ന് കേരളത്തിന്റെ കെടുതി കൂടിയായിട്ട് വിലയിരുത്താവുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നടന്നെടുത്താണ് ഒരു സർക്കാർ മേഖലയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. ലക്ഷങ്ങൾ പൊടിയുന്ന ശസ്ത്രക്രിയയാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്ര കുറഞ്ഞാലും 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാകുന്ന ശസ്ത്രക്രിയ കേരളത്തിലെ ഒരു ജില്ലാ ആശുപത്രിയിൽ ആ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ജില്ലാ ആശുപത്രികൾ വരെ മെഡിക്കൽ കോളേജിന് പുറമെ പ്രാപ്തമായെങ്കിൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? കേരളത്തിന്റെ ശാപമായി മാറിയ പ്രതിപക്ഷ നേതാവ് പാടി നടക്കുന്നത് പോലെയാണോ ഈ നാടിന്റെ യാഥാർത്ഥ്യം? അല്ല. പക്ഷേ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവർക്ക് വീണ് കിട്ടുന്ന ആയുധങ്ങളാണ്. അവർ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാവും പകലുമില്ലാതെ പരിശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആ കഠിനാധ്വാനത്തെ മുഴുവൻ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സ്വകാര്യ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജുകളിലോ മാത്രം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നിന്ന് അത് മെഡിക്കൽ കോളേജിന് താഴെ ജില്ലാ ആശുപത്രികളിലേക്ക് ആ ശസ്ത്രക്രിയ എത്തുന്നു. തിരുവനന്തപുരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ജനറൽ ആശുപത്രിയിൽ ആ ശസ്ത്രക്രിയ നടത്തി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് ചരിത്രപരമായ ചുവടുവയ്പ്പുകൾ ഈ സർക്കാർ ആരോഗ്യ മേഖലയിൽ വരുത്തി കഴിഞ്ഞില്ലേ? ഇതിനെയെല്ലാം മറയ്ക്കാൻ വേണ്ടി, ഈ നേട്ടങ്ങളെല്ലാം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി, അവിടെ ചെന്ന് അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് ഉയർത്തിക്കാട്ടി ഇതിനെ മുഴുവൻ അധിക്ഷേപിച്ച് സ്വകാര്യ ആശുപത്രികളിലേക്ക് ജനങ്ങളെ നിർബന്ധിച്ച് തള്ളിവിടുന്നത് അവരുടെ കയ്യിൽ നിന്ന് കൂലി വാങ്ങിച്ച് ആ നാവായി സതീശൻ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കുറെ മനുഷ്യർ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ പാകപ്പിഴ വരുമെന്നേ. അതായത് ജീവനുള്ള മനുഷ്യരാണ് പ്രവർത്തിക്കുന്നത്. സതീശനെ പോലുള്ളവർക്ക് തെറ്റുപറ്റില്ല. കാര്യം ഈ നാട്ടിൽ തെറ്റുപറ്റാത്ത 3 വിഭാഗങ്ങളിൽ ഒരാളാണ് സതീശൻ. ഒന്ന് പിറന്നു വീഴുന്ന കുഞ്ഞും, മറ്റൊന്ന് ജീവൻ പോയ ശവശരീരവും, അതിനോടൊപ്പം സതീശനും കോൺഗ്രസും.
ഇവർക്ക് 3 പേർക്കുമാണ് ഈ നാട്ടിൽ തെറ്റുപറ്റാത്തത്. ആ തെറ്റുപറ്റായികയെ അംഗീകരിക്കുന്ന ഒരു വിഭാഗക്കാരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല കൈവരിച്ച ഏറ്റവും ചരിത്രപരമായ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന പല ശസ്ത്രക്രിയകളും ജില്ലാ ആശുപത്രികളിൽ വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല പരിപോഷിപ്പിക്കപ്പെട്ടു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങളും. ഒപ്പം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കുറഞ്ഞ ചെലവിൽ ഈ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയും. അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ സർക്കാർ ആശുപത്രികൾ പരുവപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് എറണാകുളത്ത് നിന്ന് കണ്ടത്. അപ്പോൾ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷ സവർണ തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തിൽ ഇന്നലകളിൽ മുതൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ കമ്മ്യൂണിറ്റിയുടെ പ്രതീകമായിട്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്നവർ ഈ നാടിനുണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ കാണുക, നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇതൊന്നും വലിയ നേട്ടമല്ല എന്ന രീതിയിൽ ഇവർ പ്രചരിപ്പിക്കുന്നിടത്ത് ഇവരിലെ കപടന്മാരെ തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ.